ഇനി അങ്ങോട്ട് ബ്രേക്ക് ഡാൻസ് യുഗമാണ്. 1980 ഇറങ്ങിയ ആ ഡാൻസുകൾ മുഴുവൻ ഇനി പുറത്തേക്ക് വരികയാണ്. ബ്രേക്ക് ഡാൻസ്, ഡിസ്കോ ഡാൻസ് ഇതെല്ലാം ഇനി പുറത്തേക്ക് വരും. ഈ ഒരു പടത്തോടു കൂടി കേരളത്തിൽ പുതിയ ബ്രേക്ക് ഡാൻസ് തരംഗവും. ഇതിൻ്റെ ഡയറക്ടറായ എ.കെ. വിനോദ് സാർ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഡാൻസ് ചെയ്ത എല്ലാ കുട്ടികളും മനോഹരമായി പഴയ കാലത്തെ ഡാൻസിനെ തുടർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കേരളം മുഴുവനും ബ്രേക്ക് ഡാൻസ് യുഗമാകും, തരംഗമാകും. പടം സൂപ്പർ ഹിറ്റ്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ആൾക്കാരൊക്കെ ചക്കയൊക്കെ തലയിൽ വെച്ച് എല്ലാവർക്കും പടം ഒത്തിരി ഇഷ്ടമായി. തിയേറ്ററിൽ തന്നെ ഒത്തിരി എല്ലാം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മൂവിയാണ്. എല്ലാവരുടെയും ആദ്യത്തെ സിനിമ കൂടെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിള്ളേരെ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. പിള്ളേര് ചരിത്രം തന്നെ രചിച്ചു ഈ പിള്ളേരും ഈ വിനോദ് എന്ന് പറയുന്ന ഈ ഡയറക്ടർ. തീർച്ചയായിട്ടും വോയിസൊക്കെയാണ് നമ്മൾ തമിഴിൽ കണ്ടിരിക്കുന്നത്. മലയാളത്തിൽ എന്തുകൊണ്ടും വോയിസിനെ കാട്ടി കവച്ചു വെക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് പിള്ളേർ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാ യുവാക്കളും ഏറ്റെടുക്കും. ഡാൻസിന് പഴയകാലം പുതിയ കാലം ഒന്നുമില്ല. ഡാൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ പിള്ളേരും തകർത്തിരിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലം തകർത്തു. പൊളിച്ചു പടം ഭയങ്കരമായിട്ട് ഹാറ്റ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. എന്താണ് ഒരു കൂട്ടം നമ്മൾ ഇത്രയും ഡാൻസ് ഒരു ഈ കാലത്ത് ഇത്രയും ഡാൻസ് പറയുന്ന ഈ സിനിമ കണ്ടിട്ടില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു കൂട്ടം ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് കുറേ വിഷയങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് ആർട്ട് കൊണ്ട് നടക്കാൻ ഒരു പ്രതിസന്ധികളും ഇല്ല. അതിൻ്റെ ഡെഡിക്കേഷൻ മാത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി സിനിമയിലുണ്ട്. എല്ലാവരും കാണണം. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് എന്തായാലും ഈ സിനിമ നമ്മുടെ ഒരു ലൈഫായിട്ട് തന്നെ ഭയങ്കരധികം കണക്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ലൈഫിൽ ശരിക്കും വലിയ സ്ക്രീനിൽ കണ്ടൊരു ഫീലായിരുന്നു. അപ്പോൾ ഡാൻസാണ് കാണിച്ചത്. ഞാൻ ബേസിക്കലി സിംഗറായിരുന്നു. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പറയാനില്ല. അതെ കാലഘട്ടത്തേക്ക് ഒരു രക്ഷയില്ല എൻ്റെ മുന്നേ. ആ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു മോൺമാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ആ സിബി എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു രക്ഷയില്ല. അവിടെ എല്ലാവരും തിയേറ്ററിൽ വന്നത് സൂപ്പർ സാധനം. വെരി ഗുഡ്. പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയത്. പഴയ കാലഘട്ടം വെൽ റിസർച്ച്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. 90s കിഡ്സിന് ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള സൂപ്പർ. അന്യം നിന്നും പോയ ബ്രേക്ക് ഡാൻസിനെ തിരിച്ചു കൊണ്ടുവന്ന അഖീഡിലെ പടം അടിപൊളിയോ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത്. നല്ല സ്റ്റോറി, നല്ല ലൈഫുണ്ട്. ഒരു ലൈഫുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് സൂപ്പറാണ്. എല്ലാവരും സപ്പോർട്ട് വോയിസിൻ്റെ ഒരു കഥ മാത്രം. ഡാൻസ് അടിപൊളി. ഇഷ്ടപ്പെട്ടോ? സൂപ്പറോ സൂപ്പർ.
തകർത്ത് കണ്ണിരാശി കണ്ണീര് വെള്ളം വന്നു അതേപോലെ തകർത്ത് പടം അടിപൊളി സൂപ്പർ സൂപ്പർ ലാസ്റ്റ് സൂപ്പർ അടിപൊളി സൂര്യ കലക്കിയിട്ടുണ്ട്. ഒരാൾ പോലും മിസ്സാകുന്നു. നല്ല ഡയറക്ഷനാണ് സോങ്സ് എല്ലാം നല്ലതായിരുന്നു ലാസ്റ്റിലെ ഡാൻസ് അടിപൊളിയായിരുന്നു എൻ്റെ മകനാണ് എൻ്റെ മകൻ എന്തായാലും വൈറ്റായിരിക്കും ഉറപ്പാണ് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു. വളരെ ഓണസ്റ്റ് ആയിട്ടൊരു ഫിലിമാണ്. ഇതിൻ്റെ മേക്കേഴ്സ് ഇതിൻ്റെ റൈറ്റേഴ്സ് ഉടനെ തന്നെ പുതിയ മൂവീസ് ഗുഡ് ഫിലിം. വളരെ ഓണസ്റ്റ് ഫിലിമാണ്. ഇത്രയും നാളായിട്ട് മലയാളത്തിൽ ഇറങ്ങിയ വളരെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും പോയി കാണണം സൂപ്പർ ഒരു 80s 90s കുറച്ച് കൂടുതൽ അത് കിട്ടും. അടിപൊളി പടം കിടിലം പടമാണ്. വിനോദയൊക്കെ എന്ന് പറയുന്ന പരസ്യരംഗത്ത് ഏറ്റവും ഗംഭീരനായൊരു ഫിലിം മേക്കറാണ്. പരസ്യരംഗത്ത് അദ്ദേഹം 2000-ലൊക്കെ തുടങ്ങിയ ഒരു അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇന്ന് ഇവിടെ അവസാനിച്ചേക്കുന്നത്. ഗംഭീര പടം. ഇത് പുതിയ പിള്ളേരെ വെച്ചിട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫിലിം മേക്കറിന് ഉപരി നല്ലൊരു ഡയറക്ടറാണ്. കാരണം ഒരു ആക്ടറെ എങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ശ്രീജിത്ത് ഡാസിഡിൽസിലെ കൊറിയോഗ്രാഫി ഗംഭീര കൊറിയോഗ്രാഫിയുമല്ല. ഇറ്റ്സ് ആബ്സല്യൂട്ട് ഫിലിം. ഞങ്ങൾക്ക് എല്ലാവരും പേഴ്സണലി ഏറ്റെടുത്ത ഒരു സിനിമയാണത്. അപ്പോൾ വിനോദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ എൻറ്റയർ ക്രൂവിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.